ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ളത് 4th മോഡ്യൂളിൽ TDM എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മൾട്ടിപ്ലെക്സിങ്ങിൽ നമ്മൾ ആദ്യത്തെ 2 മൾട്ടിപ്ലെക്സിങ്ങും, അതായത് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും അനലോഗ് മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ് ആയിരുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിജിറ്റൽ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ് ആണ്. അപ്പോൾ ഡിജിറ്റൽ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ്, അതായത് TDM ആണ്. ഇപ്പോൾ TDM ഈസ് എ ഡിജിറ്റൽ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക് ഫോർ കമ്പൈനിങ് സെവറൽ ലോ റേറ്റ് ഡിജിറ്റൽ ചാനൽസ് ഇൻറ്റു വൺ ഹൈ റേറ്റ് വൺ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോ റേറ്റിലുള്ള ഡിജിറ്റൽ ചാനൽസിനെ ഹൈ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഏത് TDM എന്ന് പറയുന്നത്. അപ്പം TDMൽ എന്താണ് ചെയ്യുന്നത്? ലോ റേറ്റ് ഡിജിറ്റൽ ചാനൽസിനെ ഹൈ റേറ്റിലേക്ക് കമ്പൈൻ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിൻ്റെ ഫിഗർ. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് 4 എണ്ണമാണ്. ഒരു മക്സ് ഉണ്ട്. മക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സെവറൽ ഇൻപുട്ടിനെ കമ്പൈൻ ചെയ്യുന്നത്, അല്ലേ? കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു കോമ്പോസിറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് മക്സിൻ്റെ പ്രത്യേകത. ഡിമക്സ് എന്ന് പറയുന്നത് ഈ സിഗ്നലിനെ, കമ്പൈൻ ചെയ്ത സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്യുക. അതായത് എന്താണോ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തത് അത് തന്നെയായിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിന് കിട്ടേണ്ടത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ ഓരോ സിഗ്നലിനും, അതായത് ഡിഫറെൻറ്റ് സോഴ്സ്, ഇൻപുട്ട് സോഴ്സിൽ നിന്ന് വരുന്ന ഓരോ സിഗ്നലിനും ഓരോ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ്, ഒരു ഫ്രെയിം, ആ ഫ്രെയിമിന് ഒരു ടൈം സ്ലോട്ട് കൊടുക്കുന്നു. അതായത് ഒറ്റ ഒരു ഫ്രെയിമിൽ എത്ര ഇൻപുട്ട്സ് ഉണ്ടോ അത്രയും ഇൻപുട്ട് സിഗ്നൽസിനെയും പ്രത്യേകം ടൈം സ്ലോട്ടിൽ സെൻഡ് ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത് ആ ഡേറ്റ ഫ്ലോയിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 4 ഡിവൈസാണുള്ളത്. അതുകൊണ്ട് ഒരു ഫ്രെയിം എന്ന് പറയുന്ന ഇത്രയും 4 ഡിവൈസിലെ ഡേറ്റാസ് കമ്പൈൻ ചെയ്യുന്നു. അടുത്ത ഫ്രെയിമിലും 4 ഡിവൈസ്, അതായത് ഓരോ ഫ്രെയിം സെൻഡ് ചെയ്യുമ്പോഴും ആ ഫ്രെയിമിൽ ഇവിടെ എത്ര ഇൻപുട്ട് ഡിവൈസ് ഉണ്ടോ അത്രയും ഇൻപുട്ട് ഡിവൈസിലെ ഡേറ്റാസിനെ ഡിജിറ്റൽ ഡേറ്റാസിനെ കമ്പൈൻ ചെയ്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളായിരിക്കും ഓരോ ഇൻപുട്ട് സോഴ്സിനും ഉള്ളത്. അതാണ് ഇവിടെ പ്രത്യേകത. ഫ്രീക്വൻസി ആയിരുന്നപ്പോൾ ഓരോ ചാനലിനും ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആയിരുന്നു കൊടുത്തിരുന്നത്. WDMൽ എങ്ങനെയായിരുന്നു? വേവ് ലെന്ത് ആയിരുന്നു, അല്ലേ? ഓരോന്നിനും ഡിഫറെൻറ്റ് വേവ് ലെന്ത് ആയിരുന്നു. ഇവിടെ ഓരോ ഇൻപുട്ട് സോഴ്സിനും ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് ഇവിടുത്തെ ഓരോ ഇൻപുട്ട് ഡിവൈസിലെ ഓരോ ഇൻപുട്ടുകൾക്കും ഓരോ പ്രത്യേകം സ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് TDM നമുക്ക് പഠിക്കാനുണ്ട്. 2 ടൈപ്പാണുള്ളത്: സിങ്ക്രോണസ് TDM ആൻഡ് അസിങ്ക്രോണസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ TDM. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്ന ഡിജിറ്റൽ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ് ആണ്. ഈ ഡിജിറ്റൽ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു: സിങ്ക്രോണസ് TDM ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ അസിങ്ക്രോണസ് TDM. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സിങ്ക്രോണസ് TDM. In synchronous TDM, each device is given same time slot to transmit the data over the link. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞിരുന്നത്? ഓരോ ഡിവൈസിൽ നിന്നും വരുന്ന ഇൻപുട്ടുകൾക്ക് ഓരോ പ്രത്യേകം ടൈം സ്ലോട്ടുകൾ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് സിങ്ക്രോണസ് TDMൽ ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ഡിവൈസ് ഈസ് ഗിവൺ same time slot to transmit the data over the link, irrespective of the fact that the device has any data to transmit or not, hence the name synchronous TDM. Synchronous TDM requires that the total speed of various input lines should not exceed the capacity of path. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിങ്ക്രോണസ് TDMൽ ടോട്ടൽ സ്പീഡ് എന്ന്, ഓരോ ഇൻപുട്ട് ലൈൻസിൻ്റെയും ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് പാത്തിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതലാകാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, ഈച്ച് ഡിവൈസ് പ്ലേസസ് ഇറ്റ്സ് ഡേറ്റ ഓൺ ടു ദി ലിങ്ക്
when its time slot arrives. That is, each device is given the position of line turn by turn. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ഡിവൈസിലെ ഡേറ്റ ലിങ്കിലേക്ക് വരുന്നത് അതാത് ടൈം സ്ലോട്ട് അറൈവ് ചെയ്യുന്നതനുസരിച്ചാണ്. If any device does not have data sent, then its time slot remains empty. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിന് ഡേറ്റ സെൻഡ് ചെയ്യാനില്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത് empty ആയിരിക്കും. The various time slots are organized into frames and each frame consists of one or more time slot dedicated to each sending device. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ വേരിയസ് ടൈം സ്ലോട്ടിനെ ഫ്രെയിംസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, ഫ്രെയിംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. ഈ ഫ്രെയിമിൽ ഒന്നോ അതിൽ കൂടുതലോ ടൈം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും ഓരോ സെൻഡിങ് ഡിവൈസിന് അനുസരിച്ച്. If there are n sending devices, there will be n slot in frame. That is, one slot for each device. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? n സെൻഡിങ് ഡിവൈസ് ഉണ്ട് എങ്കിൽ ഫ്രെയിമിൽ n സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. അതായത് ഓരോന്നിനും ഓരോ ഡിവൈസിനും ഓരോ സ്ലോട്ട് വീതം. അപ്പോൾ താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന 3 ഇൻപുട്ട് ഡിവൈസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിമിൽ 3 സ്ലോട്ടുകളാണ് ഉള്ളത്. If there is no data to be transmitted, the buffer will be empty, but still the turn of the node will come. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ ഒന്നും സെൻഡ് ചെയ്യാനില്ലെങ്കിൽ അവിടെ empty ആയിട്ട് വരും. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ നമുക്ക് എ ബി സി 2 ഇൻപുട്ടാണ്, 3 ഇൻപുട്ടാണുള്ളത്. അതിൽ ഫ്രെയിംസ് ആണ് തന്നിരിക്കുന്നത്. 1 2 3 ഫ്രെയിമാണുള്ളത്. അപ്പോൾ ഇവിടെ മക്സിൽ നിന്ന് ഡേറ്റ വരുന്നു. ഫ്രെയിം 1ൽ ഫസ്റ്റ് A1 B1 C1 പറഞ്ഞല്ലോ നമ്മൾ. അതായത് എത്ര ഇൻപുട്ട് ഡിവൈസ് ഉണ്ടോ അത്രയും ഇൻപുട്ട് ഡിവൈസിലെ ഡേറ്റാസ് ഓരോ സ്ലോട്ടുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത് ഈക്വൽ ടൈം സ്ലോട്ട് ആയിരിക്കും. അപ്പോൾ A1 B1 C1. ഇനി രണ്ടാമത്തെ ഫ്രെയിമിലെ രണ്ടാമത്തെ ഡേറ്റ ആയിരിക്കും A2 B2 C2. 3 ഡേറ്റയും വന്നു. മൂന്നാമത്തെ ഫ്രെയിമിൽ A3 B3 ആൻഡ് C3. ഇതാണ് സിങ്ക്രോണസ് TDM. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് 3ആണ്. അതുകൊണ്ട് സ്ലോട്ട് എന്ന് പറയുന്നത് ഓരോ ഫ്രെയിമിലും 3 എണ്ണമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം എന്താണ് സിങ്ക്രോണസ് TDM? സിങ്ക്രോണസ് TDMൽ ഈക്വൽ ടൈം സ്ലോട്ട് ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകത, എത്ര ഡിവൈസ് ഉണ്ടോ, ഇൻപുട്ട് ഡിവൈസ് ഉണ്ടോ അത്രയും സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഡിവൈസിന് ഡേറ്റ സെൻഡ് ചെയ്യാനില്ലെങ്കിൽ ആ സ്ലോട്ട് എന്ന് പറയുന്നത് empty ആയിരിക്കും. സിങ്ക്രോണസ് TDMന്റെ ഡയഗ്രം, ജനറൽ ആയിട്ടുള്ള ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മൾട്ടിപ്ലക്സർ ആണ് ഇതിനെ കമ്പൈൻ ചെയ്ത് ഇങ്ങോട്ട് വിടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈക്വൽ ടൈം സ്ലോട്ട് എന്ന് പറയുന്നത്. T ആണ് ഇവിടെ. ഓരോ T സെക്കൻഡിലാണ് നമ്മുടെ ടൈം സ്ലോട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഫ്രെയിം 1ലെ ഒരു ഡേറ്റയ്ക്ക് T/3 സ്ലോട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ടൈം സ്ലോട്ട് ഡ്യൂറേഷൻ ഇൻ T/3 സെക്കൻഡ്. അപ്പോൾ 3 ഇൻപുട്ട് ഡേറ്റയാണ്, 3 ഫ്രെയിംസ് ആണുള്ളത്. അതുകൊണ്ട് T/3 ആയിരിക്കും ഒരു ഫസ്റ്റ് ഡിവൈസിൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് T/3 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 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാണിച്ചിരിക്കും. ഇപ്പം നമ്മൾ കണ്ടത് 3 ഡിവൈസിനും 3 സ്ലോട്ടുകളിലും, അതായത് ഫില്ലായിരുന്നു ഡേറ്റ. അപ്പം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നോക്കുക നിങ്ങൾക്ക്. ഫസ്റ്റ് ഡിവൈസിൽ 4 ഡേറ്റയാണുള്ളത്. സെക്കൻഡ് ഡിവൈസിൽ 2 ഡേറ്റയേ ഉള്ളൂ. തേർഡ് ഡിവൈസിൽ 1 ഡേറ്റയേ ഉള്ളൂ. ഫോർത്ത് ഡിവൈസിൽ 3 ഡേറ്റയുണ്ട്. അപ്പം നോക്കുക, ഫ്രെയിം 1ൽ A B C D 4 ഡേറ്റ വന്നു. ഫ്രെയിം 2ൽ A B കണ്ടോ, മൂന്നാമത്തെ ഡിവൈസിൽ ഡേറ്റ നമുക്ക് ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ സ്ലോട്ട് എന്ന് പറയുന്നത് empty ആയി. ഇനി D ഉള്ളത് കൊണ്ട് D കൊടുത്തു. ഇനി ഫ്രെയിം 3 നോക്കുക. ഇത് ഈ സ്ലോട്ടിൽ രണ്ടാമത്തെ ഡിവൈസിൽ ഡേറ്റ ഇല്ല, മൂന്നാമത്തെ ഡിവൈസിൽ ഡേറ്റ ഇല്ല, നാലാമത്തെ ഡിവൈസിൽ ഡേറ്റയുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രെയിം 3ൽ 2 സ്ലോട്ടുകൾ empty ആണ്. അപ്പോൾ ഡേറ്റ ഒന്നും ഇല്ല എങ്കിൽ ആ സ്ലോട്ട് എന്തായിരിക്കണം? empty ആയിരിക്കണം. ഇനി ഫ്രെയിം 4ലോ ആകെ A എന്ന് പറയുന്ന ഡിവൈസിൽ ഡേറ്റ മാത്രമേ ഉള്ളൂ. ബാക്കി ഡിവൈസുകളിൽ ഡേറ്റ സെൻഡ് ചെയ്യാനില്ല. അപ്പോൾ എന്തായി?
അതെന്ന് പറയുന്നത് empty ആയി. അപ്പോൾ ഇതാണ് സിങ്ക്രോണസ് സ്റ്റേഡിയമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് കുറേ ടൈം സ്ലോട്ടുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു, ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെയിം തന്നെ ഡിമക്സ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്ലോട്ടുകൾ വരുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ മക്സ് അല്ല, ഇവിടെ ഡിമക്സ് ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിമക്സ് ആണ് ഇവിടെ. അപ്പോൾ ഡിമക്സ് ഇവിടെ ഈ വന്നിരിക്കുന്ന ഫ്രെയിമിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് സിങ്ക്രോണസ് സ്റ്റേഡിയം ആണ്. ഫസ്റ്റ് റിലേറ്റീവ്ലി സിമ്പിൾ, അതായത് സിമ്പിൾ മെക്കാനിസം ആണ്. ആൻഡ് ഓർഡർ ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നോ അഡ്രസ്സിങ് ഇൻഫോർമേഷൻ ഈസ് റിക്വയർഡ്, ചാനൽ കപ്പാസിറ്റി ഷുഡ് ബി ലാർജ്. അടുത്ത് കോമൺലി യൂസ്ഡ് വിത്ത് ISDN, അതായത് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാനൽ കപ്പാസിറ്റി കനോട്ട് ബി ഫുള്ളി യൂട്ടിലൈസ്, സം ഓഫ് ദ സ്ലോട്ട് ഗോ എംപ്റ്റി ഇൻ സെർട്ടൻ ഫ്രേസ്. നമ്മൾ പറഞ്ഞു തന്നെ, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്നതിനകത്ത് എല്ലാ സ്ലോട്ടുകളും ചാനൽ കപ്പാസിറ്റി ഫുള്ളായിട്ട് യൂസ് ചെയ്യാതെ നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്, empty സ്ലോട്ടുകളായിട്ട്. അടുത്തത് ദ കപ്പാസിറ്റി ഓഫ് സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാരി ദ വേരിയസ് ട്രാൻസ്മിഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ സ്പീഡ് ഓഫ് ഇൻപുട്ട് ലൈൻസ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. അതായത് ദ കപ്പാസിറ്റി ഓഫ് സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാരി ദ വേരിയസ് ട്രാൻസ്മിഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ സ്പീഡ് ഓഫ് ഇൻപുട്ട് ലൈൻസ്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണ് സിങ്ക്രോണസ് സ്റ്റേഡിയമിനകത്ത് ഉള്ളത്. ഇനി അസിങ്ക്രോണസ് സ്റ്റേഡിയം ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേഡിയം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ time division multiplexing. Asynchronous stadium is called so because is this type of multiplexing time slot are not fixed. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, ദാറ്റ് ഈസ് ദ സ്ലോട്ട്സ് ആർ ഫ്ലെക്സിബിൾ. അപ്പോൾ സ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. ഹിയർ ദി ടോട്ടൽ സ്പീഡ് ഓഫ് ഇൻപുട്ട് ലൈൻസ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ദി കപ്പാസിറ്റി ഓഫ് ദി പാത്ത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻപുട്ട് ലൈൻസിൻ്റെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദി കപ്പാസിറ്റി ഓഫ് ദി പാത്ത് ആയിരിക്കും. ഇൻ സിങ്ക്രോണസ് സ്റ്റേഡിയം ഇഫ് വി ഹാവ് n ഇൻപുട്ട് ലൈൻസ് then there are n slot in one frame, but in asynchronous it is not so. If we have n input lines then the frame contains not more than m slot with m less than n. The number of time slot in a frame is based on a statistical analysis of number of input lines. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഇൻപുട്ട്സ് 5 ആണ്. നമ്പർ ഓഫ് സ്ലോട്ട് ഇൻ ഈച്ച് ഫ്രെയിം എന്ന് പറയുന്നത് 3 ആണ്. ഒരു ഫ്രെയിമിൽ 3 സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 5 ഇൻപുട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ അസിൻക്രോണസിൽ n ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ n ഫ്രെയിംസ് വേണമെന്ന് നിർബന്ധമില്ല. ഇതിനേക്കാളും കുറച്ച് ഫ്രെയിംസ് യൂസ് ചെയ്താലും മതി. അതാണ് അസിൻക്രോണസിൻ്റെ പ്രത്യേകത, അത് മറന്നു പോകരുത്. ഇൻ ദിസ് സിസ്റ്റം സ്ലോട്ട് ആർ നോട്ട് പ്രീഡിഫൈൻഡ്. The slots are allocated to any of device that has data to send. അതായത് സ്ലോട്ട് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ്, ഏത് ഡിവൈസിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഡേറ്റാസ് സെൻഡ് ചെയ്യാം. The multiplexer scans the various input lines, accepts the data from the lines that have data to send, fills the frame and then send the frame across the link. അപ്പോൾ മൾട്ടിപ്ലെക്സർ സ്കാൻ ചെയ്ത് ഏത് ഇൻപുട്ട് ലൈൻസിൽ ഡേറ്റാസ് ആണോ കൊടുക്കുന്നത് ആ ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റും. ആ ഡേറ്റാസ് വെച്ച് ഫ്രെയിം ഫില്ല് ചെയ്ത് സെൻഡ് ചെയ്യും.
അടുത്ത പോയിന്റ്, asynchronous time division multiplexing is depicted in figure. Here we have 5 input lines and 3 slots per frame. In case 1, only 3 out of 5 input lines place data onto the link. That is, number of input lines and number of slots from frame are same. In case 2, 4 out of 5 input lines are active. Here, number of input line is 1 more than the number of slots per frame. In case 3, all 5 input lines are active. In all these cases, multiplexer scans the various lines in order and fills the frames and transmits them across the channel. The distribution of various slots in the frame is not symmetrical. In case 2, device 1 occupies first slot in first frame, second slot in second frame and third slot in third frame. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കാണിച്ചിരിക്കുന്നത് 5 ഇൻപുട്ട് ഡിവൈസുകളാണ്. 5 ഇൻപുട്ട് ഡിവൈസിലെ ഡേറ്റാസാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഡിവൈസും തേർഡ് ഡിവൈസ് ആൻഡ് ഫിഫ്ത്ത് ഡിവൈസിൽ മാത്രമേ ഡേറ്റയുള്ളൂ. ബാക്കി രണ്ടാമത്തെ ഡിവൈസിൽ നാലാമത്തെ ഡിവൈസും എംറ്റി ആണ്. പക്ഷേ അസിൻക്രോണസിൽ ഫസ്റ്റ് A1 എന്ന് പറയുന്ന ഡേറ്റ വന്നു. സെക്കൻഡ് ഫ്രെയിമിൽ ഡേറ്റ ഇല്ല, അതായത് B1 ഇല്ല. പക്ഷെ അവിടെ എംറ്റി ആക്കാതെ അടുത്ത ഫ്രെയിം എടുത്ത് ഫില്ല് ചെയ്തു. അതായത് ഇവിടുത്തെ ഡേറ്റ 3 എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസിലെ ഡേറ്റ എടുത്ത് എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. C3 ഫില്ല് ചെയ്തു. ഇനി ഡിയിൽ ഡേറ്റ ഇല്ല, അതായത് ഫോർത്ത് ചാനലിൽ ഡേറ്റ ഇല്ല. അതുകൊണ്ട് അത് എംറ്റി ആക്കാതെ ആ സ്ഥാനത്ത് ഏത് ഡേറ്റ എടുത്തു? 5 എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസിലെ E5 എന്ന് പറയുന്ന ഡേറ്റ എടുത്തു. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം A1 C3 ആൻഡ് E5. സെക്കൻഡ് ഫ്രെയിമും അതുപോലെ തന്നെ A1 C3 E5. തേർഡ് ഫ്രെയിം എടുത്തു, ഫോർത്ത് ഫ്രെയിം എടുത്തു. അപ്പോൾ ഇവിടെ 4 ഡിവൈസ് ആണുള്ളത്. 4 ഡേറ്റാസ് ആണ് ഫിഫ്ത്തിലുള്ളത്. 3യിൽ 4 ഡേറ്റാസ് ഉണ്ട്. എയിൽ 6 ഡേറ്റാസ് ആണ് ഉള്ളത്. അപ്പോൾ എന്ത് വന്നു? ലാസ്റ്റത്തെ ഫ്രെയിമിൽ ഡേറ്റാസ് ഫസ്റ്റ് ഫ്രെയിമിലെ ഡേറ്റ എടുത്തു, അതായത് A1 എടുത്തു. സെക്കൻഡ് ഫ്രെയിമിൽ തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്തിൽ ഡേറ്റ ഇല്ല. അതുകൊണ്ട് വീണ്ടും ഏത് ഫ്രെയിമിലെ തന്നെ ഡേറ്റ വെച്ച് സ്ലോട്ട് ഫില്ല് ചെയ്തു? ഫസ്റ്റ് ഫ്രെയിമിലെ ഡേറ്റേനെ എടുത്തു A1. ഇനി വീണ്ടും നോക്കി, ഇവിടുത്തെ ഡേറ്റാസും തീർന്നു, ഇവിടെ ഒന്നും ഡേറ്റ ഇല്ല. അതുകൊണ്ട് അതിനെ ലാസ്റ്റ് ഫ്രെയിമായിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് അസിൻക്രോണസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ TDMനകത്ത് ഏതൊക്കെ ഡിവൈസിലാണോ ഡേറ്റാസ് ഉള്ളത് ആ ഡേറ്റാസിനെ ഫ്രെയിമിലേക്ക് എടുക്കുന്നു. ഓരോ സ്ലോട്ടിൽ ഡിഫറെൻറ്റ് സ്ലോട്ടുകളിൽ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ സെയിം ഡിവൈസിലെ തന്നെയാണ് എങ്കിലും മിച്ചം കിടക്കുന്ന ഡേറ്റ അതാണെങ്കിൽ അത് നെക്സ്റ്റ് സ്ലോട്ടിൽ ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. അതുപോലെ ഓരോ ചാനൽ, അതായത് ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുള്ളായിട്ടും യൂട്ടിലൈസ് ചെയ്താണ് അസിൻക്രോണസ് TDMനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സെക്കൻഡിൽ ഡേറ്റ ഇല്ല, തേർഡ് ഫോർത്ത് ഫിഫ്ത്തിൽ ഡേറ്റയുണ്ട്. ഇനി നോക്കുക, ഫോർത്ത് ഡേറ്റാസ് കഴിഞ്ഞതിന് ശേഷം എവിടെ മാത്രമേ ഡേറ്റയുള്ളൂ? അതായത് ഇത് 1 2 3 and 4. അപ്പോൾ 1 2 3 and 4 വരെ ഫില്ലായിരുന്നു. അടുത്തത് വന്നപ്പോൾ ഈ ഫ്രെയിം എടുത്തു, പിന്നെ A1 എടുത്തു, വീണ്ടും ഏത് വന്നു? A1 വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 3 ഫ്രെയിമാണുള്ളത്. അപ്പം A1 C3 ആൻഡ് D4 ഈ 3 ഫ്രെയിമിലെ ഡേറ്റാസ് ഫസ്റ്റ് ഫ്രെയിംസിലെടുത്തു. സെക്കൻഡ് ഫ്രെയിമിൽ ഏതൊക്കെ എടുത്തേക്കുന്നത്? A എടുത്തു, C എടുത്തു. അതായത് ഇവിടെ ഏത് ഡേറ്റാസ് ആണ് ഇങ്ങോട്ട് ഓരോ ഫ്രെയിമിലും കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഈ മക്സ് ആണ് തീരുമാനിക്കുന്നത്. മക്സ് ആണ് സ്കാൻ ചെയ്ത് ഏത് ഡേറ്റ വേണം ഇങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജസ് ആണ് എന്തൊക്കെ? ഫുൾ അവൈലബിൾ ചാനൽ ബാൻഡ് വിഡ്ത്ത് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഈച്ച് ചാനൽ. പിന്നെയോ രണ്ടാമത്തെ ഇന്റർ മോഡുലേഷൻ ഡിസ്റ്റോർഷൻ ഈസ് ആബ്സെൻറ്റ്. ഇന്റർ മോഡുലേഷൻ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നതിനകത്ത് ഇല്ല.
അടുത്ത് TDM സർക്യൂട്ടറി ഈസ് നോട്ട് വെരി കോംപ്ലക്സ്. 4. ദ പ്രോബ്ലം ഓഫ് ക്രോസ് ടോക്ക് ഈസ് നോട്ട് സെവറൽ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഓപ്പറേഷൻ. അതായത് അസിങ്ക്രണസ് സ്റ്റേഡിയമിൽ സിങ്ക്രണൈസേഷൻ്റെ ആവശ്യമുണ്ട്. അടുത്ത രണ്ടാമത്തെ ഡ്യൂ ടു സ്ലോ നാരോ ബാൻഡ് ഫെയ്ഡിങ് ഓൾ ദ TDM ചാനൽസ് മേ ഗെറ്റ് വൈപ്ഡ് ഔട്ട്. അപ്പോൾ ഈ 2 ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിനകത്ത് ഈ ഓരോ സ്വിച്ചസിൽ, അതായത് ഡേറ്റാസിനെ ഫ്രെയിമിലേക്ക് എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇൻ്റർലീവിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. ഇപ്പം എന്താണ് ഇൻ്റർലീവിങ്? ഇൻ്റർലീവിങ് ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ഫ്രം ഈച്ച് ഇൻപുട്ട് ലൈൻ ഫോർ മൾട്ടിപ്ലക്സിംഗ് ഈസ് കോൾഡ് ഇൻ്റർലീവിങ്. We interleave bits 1 - n from each input onto one output. അപ്പോൾ എന്താണ് ഇൻ്റർലീവിങ് എന്ന് നോക്കുക. അതായത് പ്രോസസ് ഓഫ് ടേക്കിംഗ് എ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ഫ്രം ഈച്ച് ഇൻപുട്ട് ലൈൻ ഫോർ മൾട്ടിപ്ലക്സിംഗ് ഈസ് കോൾഡ് ഇൻ്റർലീവിങ്. നമുക്ക് ഫിഗർ വെച്ച് നോക്കാം. ഇതാണ് ഇൻ്റർലീവിൻ്റെ ഫിഗർ. അതായത് ഇവിടെ നമ്മൾ ഒരു സ്വിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ നിന്ന് ഡേറ്റാസ് ഈ ഫ്രെയിമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഫ്രെയിമിൽ ഇൻപുട്ട് ഡിവൈസ് എയിലാണ് ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസിലാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഇവിടുത്തെ ഡേറ്റയായിരിക്കും ഫ്രെയിമിലേക്ക് വരുന്നത്. ഇനി ഇത് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പം ഈ ഫ്രെയിമിലെ ഡേറ്റ ഇങ്ങോട്ട് വരും. അതുപോലെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്രെയിമിലെ ഡേറ്റ ഇങ്ങോട്ട് വരും. അപ്പം ഓരോ ടൈം സ്ലോട്ടുകളിൽ ഫ്രെയിമിലേക്ക് ഡേറ്റാസിനെ കൊടുക്കുന്നു. അതിനെയാണ് ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻ്റർലീവ്. അതുപോലെ തന്നെ തിരിച്ച് ഇവിടുന്ന് ഓരോ ഫ്രെയിമിൽ നിന്ന് ഈ പറയുന്ന കറസ്പോണ്ടിങ് ഫ്രെയിമിലേക്ക് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡേറ്റാസിനെ കൊടുക്കുന്നു. ഓരോ സ്ലോട്ടുകൾ വരുമ്പോൾ ഇത് റൈറ്റിലേക്ക്, ഇവിടെ ലെഫ്റ്റിലേക്ക് ആയിരുന്നെങ്കിൽ ഈ സ്വിച്ച് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ടൈം സ്ലോട്ടിൽ ഫസ്റ്റ് ഡിവൈസിൽ ഇങ്ങോട്ട് കൊടുക്കുന്നു. സെക്കൻഡ് സ്ലോട്ട് വരുമ്പോൾ സെക്കൻഡ് ഡേറ്റേനെ ഇങ്ങോട്ട് കൊടുക്കുന്നു. തേർഡ് സ്ലോട്ടിൽ വരുമ്പോൾ ഫ്രെയിമിലെ തേർഡ് ഡേറ്റേനെ കൊടുക്കുന്നു. അതായത് ഇൻ്റർലീവിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഇനി അടുത്ത് ഇതിനകത്ത് പഠിക്കാനുള്ളതാണ് ഡേറ്റ റേറ്റ് മാനേജ്മെൻറ്റ്. നോട്ട് ഓൾ ഇൻപുട്ട് ലിങ്ക്സ് മേ ബി ഹാവ് ദ സെയിം ഡേറ്റ റേറ്റ്. അതായത് ഇൻപുട്ട് ലിങ്ക്സിലെ എല്ലാ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണമെന്നില്ല. സം ലിങ്ക്സ് മേ ബി സ്ലോവർ. There may be several different input link speeds. ചിലതിന് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. There are 3 strategies that can be used to overcome the data rate mismatch. അപ്പോൾ ഡേറ്റ റേറ്റ് മിസ്മാച്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വൺ മൾട്ടി ലെവൽ, സെക്കൻഡ് വൺ മൾട്ടി സ്ലോട്ട് ആൻഡ് പൾസ് സ്റ്റഫിങ്. ഇത് 2 മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങളിത് പഠിക്കേണ്ടതാണ് കേട്ടോ, മൾട്ടി ലെവൽ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. മൾട്ടി ലെവൽ എന്ന് വെച്ചാൽ യൂസ്ഡ് വെൻ ദി ഡേറ്റ റേറ്റ് ഓഫ് ദി ഇൻപുട്ട് ലിങ്ക്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ വെച്ച് നോക്കാം. ഇതാണ് മൾട്ടി ലെവൽ മൾട്ടിപ്ലക്സിങ്. അതായത് നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഇൻപുട്സ് 20 kbps ആണ്. പക്ഷേ ബാക്കി നോക്കുമ്പോൾ എല്ലാം 40 kbps ആണ്. അപ്പോൾ 40 kbps 3 ഇൻപുട്സ് ആണുള്ളത്. പക്ഷേ ഇവിടുത്തെ 2 ഇൻപുട്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല. അതായത് ബാക്കി 3നെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? മൾട്ടി ലെവൽ മൾട്ടിപ്ലക്സിങ്ങിൽ ഈ കുറവായിട്ടുള്ള 2 ഇൻപുട്ടിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു ഇതാക്കിയെടുക്കുന്നു, മൾട്ടി ലെവൽ. മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽസിനെ 2നെയും കൂടി കമ്പൈൻ ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ഈക്വലായിട്ട് എടുക്കുന്നു. അപ്പോൾ 20 + 20 40 kbps ആയി. അങ്ങനെ എന്ത് ചെയ്യുന്നു? മാക്സിലേക്ക് കൊടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനാണ് മൾട്ടി ലെവൽ മൾട്ടിപ്ലക്സ്. യൂസ്ഡ് വെൻ ദി ഡാറ്റ റേറ്റ് ഓഫ് ദി ഇൻപുട്ട് ലിങ്ക്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് അതർ. അതായത് ഇൻപുട്ട് ലിങ്ക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത് മൾട്ടി സ്ലോട്ടാണ്. യൂസ്ഡ് വെൻ ദെയർ ഈസ് എ ജിസിഡി ബിറ്റ്വീൻ ദ ഡാറ്റ റേറ്റ്സ്. ദ ഹയർ ബിറ്റ് റേറ്റ് ചാനൽസ് ആർ അലോക്കേറ്റഡ് മോർ സ്ലോട്ട്സ് പെർ ഫ്രെയിം ആൻഡ് ദി ഔട്ട്പുട്ട് ഫ്രെയിം റേറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഈച്ച് ഇൻപുട്ട് ലിങ്ക്. ഇപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കുക, ഓരോന്നും 25 kbps ആണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് കൂടുതലാണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈക്വൽ സ്ലോട്ടായിട്ട് എടുക്കുന്നു.
അപ്പോൾ 25 ഇതിനെ ബൈ 2 ചെയ്ത് 25 kbps ആക്കും. അപ്പോൾ ഇൻപുട്ടിൻ്റെ പകുതിയാക്കി സ്ലോട്ട് എടുത്ത് മാക്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൻ്റെ 50 kHz ഡാറ്റ റേറ്റ് ഹാസ് 2 സ്ലോട്ട് ഇൻ ഈച്ച് ഫ്രെയിം. അപ്പോൾ ഈ 2 ഫ്രെയിമും കൂടി ഇവിടെ വന്ന് 25 മനസ്സിലായോ? അപ്പോൾ മൾട്ടിപ്പിൾ സ്ലോട്ടുകൾ വരുന്നു. മറ്റോടത്ത് മൾട്ടി ലെവലിൽ എങ്ങനെയായിരുന്നു? കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു ലെവലായിട്ട് മാറ്റുന്നു. ഇവിടെ മൾട്ടിപ്പിൾ സ്ലോട്ട് ആക്കുന്നു. അതായത് കൂടുതലുള്ളതിനെ മൾട്ടിപ്പിൾ സ്ലോട്ടാക്കി നമ്മൾ സെൻഡ് ചെയ്യും. ഇനി മൂന്നാമത്തതാണ് ഏത്? പൾസ് സ്റ്റഫിംഗ്. അപ്പോൾ പൾസ് സ്റ്റഫിങ്ങിൽ used when there is no GCD between the links, the slowest speed link will be brought up to the speed of the other links by bit insertion. This is called pulse stuffing. ഇപ്പോൾ നോക്കാം, ഇതാണ് പൾസ് സ്റ്റഫിംഗ്. അതായത് നമ്മുടെ ഇൻപുട്സ് ഡാറ്റ റേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല. ഇവിടെ 50 kbps ഇവിടെ 50 kbps ആണ്. പക്ഷെ ഇവിടെ ഒരു 46 ആണ്, 46 kbps ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ കാണാം 46ൻ്റെ കൂടെ ഒരു 4 ബിറ്റും കൂടി എക്സ്ട്രാ ബിറ്റും കൂടി ആഡ് ചെയ്താൽ 50 ആയി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പൾസ് സ്റ്റഫിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഡാറ്റ റേറ്റ് ആകാൻ വേണ്ടി എക്സ്ട്രാ ബിറ്റുകളെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പൾസ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ഡാറ്റ റേറ്റ് ഇൻപുട്ട് സോഴ്സുകളുടെ എല്ലാം സെയിം ഡാറ്റ റേറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ലോവസ്റ്റ് ഡാറ്റ റേറ്റ് ഉള്ള ഇൻപുട്ട് സോഴ്സിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, ബിറ്റുകൾ ആഡ് ചെയ്യുന്നു. ആ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പൾസ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 പഠിച്ചു വെക്കുക. മൾട്ടി ലെവൽ മൾട്ടിപ്ലെക്സിങ്ങും മൾട്ടിപ്പിൾ സ്ലോട്ട് മൾട്ടിപ്ലെക്സിങ് ആൻഡ് പൾസ് സ്റ്റഫിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം സിങ്ക്രോണസും അസിങ്ക്രോണസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ TDM ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത് തന്നെയും നമുക്ക് essay ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.